നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് തരിക. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഗാനത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ പാട്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഈ പാട്ടിന് അന്ന് ഇത് ഇറങ്ങിയത് 1969 പുറത്തിറങ്ങിയ സിനിമയാണ്. നദി എന്ന സിനിമയിലെ ഈ ഗാനം വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ഇത് അണിയിച്ചൊരുക്കിയത് വയലാർ രാമവർമ്മയും ജി ദേവരാജനും കൂടെ ചേർന്നാണ്. നദി എന്ന് പറഞ്ഞ സിനിമ പഴയ തലമുറയിൽപ്പെട്ട ധാരാളം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. നല്ല ഒരു സിനിമയായിരുന്നു അത്. നസീറൊക്കെ ആയിരുന്നു തോന്നുന്നു അതിൽ അഭിനയിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് പഠിക്കാം. ഈ പാട്ട് പലതവണ യൂട്യൂബിലൂടെ എന്നോട് പലരും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തായിരുന്നു തോന്നുന്നു. അത് ഇപ്പോൾ കാണുന്നില്ല. അത് എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടെ ഈ പാട്ട് ഞാൻ പഠിപ്പിക്കാം. വളരെ ലഘുവായിട്ടാണ് ഇത്. മോഹനം എന്ന് പറഞ്ഞ രാഗമാണെങ്കിലും ഇതിനകത്ത് മോഹനത്തിൽ ഇല്ലാത്തതായ അന്യസ്വരങ്ങളും ഈ പാട്ടിൽ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. 2.5 കട്ട ശ്രുതി. ഗരി ഗ മഗരി സ ഗരി ഗ മഗരി സ. സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത് നോട്ടുകളെ. ഈ മകരസാങ് വായിക്കുന്നത് ചേർത്ത് വായിക്കണം. സഗരി കണ്ണിൽ സഗരി രീതി ഗരി സ മന്ത്രസ്ഥയിലെത്ത രീതി ഗരി സദ കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം സാരിക സഗരി സ. മൊത്തമായിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി അനുരാഗവതി നിൻ ചൊടികളിൽ നീ എന്ന് പറഞ്ഞ സ്വരം അതൊരു അന്യസ്വരമാണ്. മോഹനത്തിലില്ലാത്ത സ്വരമാണ്. ആലിപ്പഴം പൊഴിയും ഇത് പ്രതിമധ്യമാണ്. ഇത് മോഹനത്തിലില്ലാത്ത അന്യസ്വരമാണ്. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും
പഠിക്കാവുന്ന ഒരു ഗാനമാണ്. ഇനി ഞാൻ നിങ്ങളെ ഇതിൻ്റെ അകത്ത് ഒരു താളം ഇട്ടിട്ട് ഞാനിതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഉത്തരവാദിത്തത്തോടും കൃത്യനിഷ്ഠയോടും കൂടി ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ പ്രത്യേകതകൾ വയലിൻ, കീബോർഡ്, ഗിറ്റാറ്, വായ്പാട്ട് എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 860 630 74 51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 75 10 520 887. അപ്പോൾ വിളിക്കാൻ മറക്കരുത്. ഞാൻ ഈ പാട്ട് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാമേ. ഇങ്ങനെ നിങ്ങൾക്ക് ഈ പാട്ട് വായിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ.